ഹണി റോസിൻ്റെ വിഷയം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹണി റോസിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ബോച്ചയെ അനുകൂലിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ ബോച്ചെ പാസ്സാക്കിയ കമൻ്റുണ്ട്. ആ കമൻറ്റിനെ അനുകൂലിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ ഇത്രയധികം ക്രൂശിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഈശ്വർ, രാഷ്ട്രീയ നിരീക്ഷകനാണ് അദ്ദേഹം, രംഗത്ത് വന്നത്. അപ്പോൾ രാഹുൽ ഈശ്വർ അതിലെ പല കാര്യങ്ങളും പറഞ്ഞു. സമൂഹം നോക്കിക്കാണുന്ന കാര്യങ്ങൾ, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മൾ സമൂഹത്തോടു കൂടി കുറച്ച് ബാധ്യതകൾ നമുക്കുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായി. അതിനെതിരായിക്കൊണ്ട് ഹണി റോസ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഹണി റോസ് പറയുന്നത് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു ഈ രാഹുൽ ഈശ്വർ, അതുകൊണ്ട് പോലീസിൽ പരാതി കൊടുത്തു. രാഹുൽ ഈശ്വർ അതിനെതിരായിക്കൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതി പോയിട്ടുണ്ട്. നാളെ പരിഗണിക്കും. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ആർക്കും ഒന്നും പറയാൻ പാടില്ല എന്ന നിലപാടാണോ? സത്യത്തിൽ ഈ സമൂഹ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ആർക്കും ആരെയും വിമർശിക്കാവുന്ന ഒരിടം തന്നെയാണ്. ചില കാര്യങ്ങളിൽ അത് വലിയ സെൻസിറ്റീവായി മാറുന്നു, അല്ലെങ്കിൽ വിവാദമായി മാറുന്നു. അങ്ങനെ വരുമ്പോൾ പോലീസിൻ്റെ അടുത്ത് പരാതി നൽകുകയും ആ പരാതി നൽകുന്നവർക്ക് സ്വാധീനം ഉണ്ടാകുകയും ചെയ്താൽ പോലീസ് പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്നു. അല്ലാത്ത സമയത്ത് ആക്ഷൻ ഉണ്ടാകുന്നില്ല. ഇവിടെ ഹണി റോസിനെതിരെ ബോച്ച ഒരു മോശം പരാമർശം നടത്തുന്നു, ബോബി ചെമ്മണ്ണൂരിനെ ഓടിച്ചിട്ട് പിടിക്കുന്നു, വയനാട്ടിൽ നിന്ന് പിടിച്ച് ഇവിടെ കൊണ്ടുവരുന്നു. നമ്മൾ ആരും അതിനെ ന്യായീകരിക്കുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ബോബി ചെമ്മണ്ണൂർ തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹണി റോസ് എന്ന് പറയുന്ന ഒരു നടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ പരാതി കൊടുത്തു, പോലീസ് ആക്ഷൻ എടുത്തു. ശരി. ഇവിടെ രാഹുൽ ഈശ്വരും പറയുന്നു ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ താൻ പരാമർശം നടത്തില്ല. പക്ഷേ ഹണി റോസ് പറയുന്നു ഈ ബോബി ചെമ്മണ്ണൂരിന് എല്ലാ പിന്തുണയും നൽകിയത്, അയാളുടെ അറസ്റ്റിനെ തുടർന്ന് തന്നേക്ക് സമൂഹ മാധ്യമങ്ങളിലെല്ലാം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നത് രാഹുൽ ഈശ്വറിന്റെ പിന്തുണയിലാണെന്ന്. അതിനെ നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുക അറിയില്ല. രാഹുൽ ഈശ്വറും ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആണ്, അതുപോലെ തന്നെ ഹണി റോസും മറ്റൊരു വ്യക്തിയാണ്. ഇവർക്കെല്ലാം തന്നെ സ്വന്തമായി സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കാം. അപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ എന്തുപയോഗിക്കണം എന്തുപയോഗിക്കേണ്ടെന്ന് തീരുമാനിക്കാൻ ആരും പ്രത്യേക വ്യവസ്ഥകളൊന്നും വെച്ചിട്ടില്ല. അപ്പം ഓരോരുത്തരും അവരുടെ സംസ്കാരത്തിനനുസരിച്ച് പ്രവർത്തിക്കും. പിന്നെ ഈ പൊതുസമൂഹത്തിൽ പൊതുജനങ്ങളുടെ ഇടയിൽ നമ്മൾ എങ്ങനെ ഇറങ്ങി ചെല്ലണം എന്നുള്ളത് നമ്മുടെ തീരുമാനം അല്ലേ. നമുക്ക് നല്ല വസ്ത്രം ധരിച്ചിടാം, ഇറങ്ങിച്ചെല്ലാം. ഇനി നമുക്ക് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ ചെല്ലാം, വളരെ നീറ്റായിട്ട് ഉപയോഗിക്കാം. ഇനി ചിലപ്പം അല്പം മോശം വസ്ത്രം ധരിച്ചെല്ലാം. അപ്പം നമ്മളുടെ വ്യക്തിത്വത്തെയാണ് ആ വസ്ത്രത്തിലൂടെ കാണുന്നത്. അപ്പോൾ ഒരാളുടെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്നത് അയാളുടെ വസ്ത്രധാരണ രീതി കൂടിയാണ്. ഒരു സിനിമാ നടി എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു അവതാരക എന്ന നിലയിലോ ഈ പറയുന്ന ഹണി റോസ് ഒരു ഉദ്ഘാടന ചടങ്ങിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ വസ്ത്രധാരണം ചെയ്തിട്ടായിരിക്കും ചെല്ലുന്നത്. അതിനെ മറ്റുള്ളവർ നോക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും മോശമായിട്ട് തോന്നുമെങ്കിൽ അത് അവരുടെ കണ്ണിൻ്റെ കാഴ്ചപ്പാടാണ്, ഹണി റോസ് പറയുന്ന പോലെ. അല്ലാതെ അവർ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും ഒരു ഉദ്ഘാടക എന്ന നിലയിൽ, ഒരു സിനിമാ നടി എന്ന നിലയിൽ, ഒരു പൊതുസമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്ന അവർ നന്നായി അണിഞ്ഞൊരുങ്ങി തന്നെയാണ് പോകുന്നത്. മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടണം, കാരണം താനാണ് അവിടുത്തെ താരമെന്ന ബോധ്യം ഇവർക്കുണ്ട്. അപ്പം ഈ പറയുന്ന രാഹുൽ ഈശ്വർ എന്താ പറയുന്നത്, ഒരു സമൂഹത്തിലേക്ക് ഒരാൾ ഇറങ്ങി ചെല്ലുമ്പോൾ അയാൾ സഭ്യമായ രീതിയിൽ സംസാരിക്കുക, സഭ്യമായ രീതിയിൽ വസ്ത്രധാരണം ചെയ്യുക. അത് ഏത് വ്യക്തിയാണെങ്കിലും, ഒരാളെ പേരെടുത്ത് പറയുന്നില്ല. ഇവിടെ ഹണി റോസ് പറയുന്നത് എനിക്കെതിരെ മുഴുവൻ ആരോപണങ്ങളുമായിട്ട് ആളുകൾ വരികയും എന്നെ ക്രൂശിക്കുകയൊക്കെ ചെയ്തത് രാഹുൽ ഈശ്വറിന്റെ പിന്തുണയാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം രാഹുൽ ഈശ്വർ ഒരു സമൂഹത്തെ നയിക്കുന്ന ആളൊന്നുമല്ല. രാഹുൽ ഈശ്വറിനെ വ്യക്തിപരമായി ഇഷ്ടപ്പെടാത്ത, വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ യോജിപ്പില്ലാത്ത എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. കുറച്ച് പേർ രാഹുൽ ഈശ്വറിനോട് കൂടെ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ രാഹുൽ ഈശ്വറും സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇടുന്നു. ഇനി ഈ ഹണി റോസിനെതിരെ വളരെ മോശമായി പോസ്റ്റ് ഇട്ട ചില സ്ത്രീകളില്ലേ, ആ സ്ത്രീകൾക്കെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? അപ്പോൾ ഇവിടെ പുരുഷ കേന്ദ്രീകൃതമായ ചില കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് വാർത്താ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ശ്രദ്ധ കിട്ടുന്നത്. അപ്പോൾ ആ സ്ത്രീ പറയുന്നത് റബ്ബർ എന്നൊക്കെ എന്തോ സാധനം പറഞ്ഞിട്ട് വളരെ മോശമായി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം പോസ്റ്റ് ഇടുന്ന ആളുകൾക്കെതിരെ ഇവർക്ക് പ്രതികരിക്കാൻ പേടിയാണോ? അപ്പോൾ അങ്ങനെ പ്രതികരിക്കുകയാണെങ്കിൽ ഇതിനെ സെലക്റ്റീവ് പ്രതികരണം എന്നല്ലേ പറഞ്ഞത്. രാഹുൽ ഈശ്വറിനെ നടപടി എടുക്കണം, എനിക്ക് രാഹുൽ ഈശ്വറിനെ പേടിയില്ല എന്നൊക്കെ ഹണി റോസിന് പറയാം, രാഹുൽ ഈശ്വറിന് പറയാം. പക്ഷേ ഒരു സ്ത്രീ നൽകിയ പരാതിയിൽ ഒരു പുരുഷനെതിരെ എപ്പോൾ വേണമെങ്കിലും നടപടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറിനെതിരെ ഒരു നടപടി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് താൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് ഭയന്ന് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് രാഹുൽ ഈശ്വർ മുന്നോട്ട് നീങ്ങുന്നത്. അതിനിടയിൽ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. അതായത് ഈ നേരത്തെ അങ്ങ് പറഞ്ഞ് നിർത്തിയെടുത്ത ഒരു കാര്യം, അതായത് ഈ പറയുന്ന ഒരു സ്ത്രീ ഈ ഹണി റോസിനെതിരെ രംഗത്ത് വന്നിരുന്നു. അവർ പറയുന്നത് ഈ കേരളത്തിലെ ആളുകളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ആര് ചൂഷണം ചെയ്യാണ്, ഹണി റോസ് ചൂഷണം ചെയ്യാണ് എന്നാണ് അവർ ഡയറക്ട്ലി തുറന്നടിച്ചത്. പിന്നെ അവർ പേരെടുത്ത് പറഞ്ഞ് ഡയറക്ട്ലി തുറന്നടിച്ചു. എന്നിട്ട് പറയുന്നുണ്ട് അവരുടെ വസ്ത്രധാരണ രീതിയും അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നമുക്കിവിടെ പ്രത്യേകം പറയണ്ട. എങ്കിൽ പോലും ആ രീതിയിൽ വരെ പറഞ്ഞത് ഒരു പ്രമുഖയായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്, ഒരു നടിയാണ്, അവർ മറ്റ് കുറെ മോഡലൊക്കെയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി വന്നിരുന്ന് പറഞ്ഞിട്ട് കൂടി അവർക്കെതിരെ അങ്ങ് പറഞ്ഞതുപോലെ ഇവർ ഒരു പരാതിയും കൊടുക്കുന്നില്ല. രണ്ടാമത്തത് ഈ എങ്ങനെ എവിടെ എന്ത് പറയണം എന്നുള്ളതിനൊക്കെ ചിലപ്പോൾ ഒരു സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഒക്കെ ചേർന്നിരുന്ന ഒരു തീരുമാനം എടുക്കേണ്ട ഒരു നിർവചനം, നിയമത്തിന്റെ ഒരു നിർവചനത്തിലേക്ക് എത്തിക്കേണ്ട സ്ഥിതിയിലേക്ക് പോലും ഇത് പോകുന്നില്ലേ? ഇപ്പൊ അത് പറയുന്നില്ലേ, ഇപ്പൊ ആരാണ് ഇപ്പം ഒരു പുരുഷനെതിരെ എത്രത്തോളം പറയാം, സ്ത്രീക്കെതിരെ എത്രത്തോളം പറയാം, വസ്ത്രം എത്രത്തോളം ധരിക്കാം,
ഇതിലൊക്കെ ഇപ്പൊ ഇങ്ങനെ ചർച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, കാലം മാറുന്നതനുസരിച്ച് ട്രെൻഡുകൾ മാറും. അപ്പൊ അതിനനുസരിച്ച് പുരുഷന് തുല്യമായ സ്വാതന്ത്ര്യം സ്ത്രീക്കുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. അത് നല്ലതാണ്, പുരുഷനും അംഗീകരിക്കുന്നു, സ്ത്രീയും അംഗീകരിക്കുന്നു. പക്ഷേ ഒരു പുരുഷൻ എത്ര മോശമായി വസ്ത്രധാരണം ചെയ്ത് നടന്നാലും സ്ത്രീകൾ ചിലപ്പോൾ അത്തരത്തിൽ കമന്റ് ഇടില്ല. പക്ഷെ സ്ത്രീയാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ കാലാകാലങ്ങളായി പുരുഷന്മാർ അതിനെ വിമർശിക്കുകയോ അതിനെ കമന്റ് ഇടുകയോ ചെയ്യും. അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാം. ഇത് എവിടെയാണ് കമന്റ് ഇടുന്നത്? സമൂഹ മാധ്യമത്തിലാണ്. സമൂഹ മാധ്യമം എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിന് സമാനമായ മേഖലയാണ്. നല്ല ആൾക്കാരുമുണ്ട്, മോശം ആൾക്കാരുമുണ്ട്, അല്ലെ? അപ്പം അവിടെ സാധനം വിൽക്കാൻ നിൽക്കുന്നതും വാങ്ങാൻ ചെല്ലുന്നതുമായ ആൾക്കാരിൽ നല്ലതും ചീത്തയും ആൾക്കാരുണ്ട്. അവർ ഉപയോഗിക്കുന്ന ഭാഷയും ആ രീതിയിലായിരിക്കും. നല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്ന, ഓക്സ്ഫോർഡ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ആളുകൾ ഈ സോഷ്യൽ മീഡിയ വന്ന് കമന്റ് പറയും, ശശി തരൂർ എന്ന് പറയില്ലേ? അതുപോലെ തന്നെ വളരെ നിലവാരം കുറഞ്ഞ രീതിയിൽ ആളുകൾ വന്ന് പറയും. ഇപ്പം സിനിമാ നടന്മാരായിക്കോട്ടെ, അല്ലെങ്കിൽ താഴെ തട്ടിലുള്ള ആൾക്കാരായിക്കോട്ടെ, അയാൾ ചിലപ്പോൾ ഒരു മീൻ വിൽപ്പനക്കാരനായിരിക്കും, അയാൾ ആഹാ എന്ന് പറഞ്ഞിട്ട് അയാളുടെ സംസ്കാരത്തിനനുസരിച്ചാണ് ഒരു കമന്റ് ഇടുന്നത്. അത് ഈ സമൂഹ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന സായിപ്പിന് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെന്നും അവിടെ ഞാൻ എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു അതിനനുസരിച്ചാണ് എനിക്ക് കമന്റ് വരുന്നതെന്നും നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ എല്ലാവരും എന്നെ പോസിറ്റീവായിട്ട് കാണണം എന്ന് പറയുന്നതോട് എനിക്ക് തീരെ യോജിക്കാൻ കഴിയില്ല. മാത്രമല്ല, ഇപ്പം പാർത്ഥൻ പറഞ്ഞതുപോലെ ഒരു സ്ത്രീ, ഒരു നടി വന്നിച്ച് ഇങ്ങനെ കമന്റ് പറയുന്നു. നടി മാത്രമല്ല, അഭിഭാഷകയായ ആളുകൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. അവരും പറഞ്ഞിട്ട് എന്തുകൊണ്ട് അവർക്കെതിരെ നടപടി എടുക്കുന്നില്ല? അപ്പൊ ചിലയിടത്ത് തൊട്ടാൽ പൊള്ളുമെന്നുള്ള പേടി ഹണി റോസിനുണ്ടെങ്കിൽ രാഹുൽ ഈശ്വറിനെ ഒറ്റയ്ക്ക് ക്രൂശിക്കരുത്. ഈ സംഗീത ലക്ഷ്മണ വളരെ കൃത്യമായും വളരെ അതാണ് തുറന്നടിച്ചുമാണ് സംസാരിച്ചത്. നമ്മളൊക്കെ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ കേസ് എടുത്തേക്കും. എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നത്? ഈ രാഹുൽ ഈശ്വറിനെ മാത്രം പ്രതിയാക്കുക. അപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞതിനേക്കാൾ കുറിക്ക് കൊള്ളുന്ന വാചകങ്ങളാണ് അവർ പറഞ്ഞത്, അല്ലെ? വളരെ മോശമായ പദപ്രയോഗം എന്ന് ഹണി റോസിന് പറയാവുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? നിങ്ങൾ കേസ് കൊടുക്കുന്നു പറയുന്നുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ചെയ്യാതെ ഇവിടെ ബോച്ചയെ പിടിച്ചപ്പോൾ കിട്ടുന്ന മൈലേജ്, ഒപ്പം തന്നെ ഈ പറയുന്ന രാഹുൽ ഈശ്വറിനെ പിടിച്ച് കിട്ടിയാലും മൈലേജ്. കാരണം രാഹുൽ ഈശ്വറിനെ മുമ്പ് ശബരിമല കേസുമായി ബന്ധപ്പെട്ട് 5-6 ദിവസം കൊണ്ട് പിടിച്ച് ജയിലിലിട്ടിരുന്നു. അപ്പം രാഹുൽ ഈശ്വർ പറയുന്ന ചില കാര്യങ്ങൾ പ്രകോപനം ഉണ്ടാക്കുന്നതായിരിക്കാം. ആ പ്രകോപനം സൃഷ്ടിക്കുന്നതിന്റെ ഇരയായി മാറുന്നവർ പരാതിയുമായി പോയാൽ പോലീസിന് ആക്ട് ചെയ്യാം. പക്ഷേ ഈ ഹണി റോസിനെതിരെ മോശമായ ആരോപണം ഉന്നയിച്ച സ്ത്രീകൾക്കെതിരെ ഇവരൊന്നും പറയുന്നില്ല. പ്രമുഖരായ സ്ത്രീകളാണ്, നടിമാരുണ്ട്, മോഡലുണ്ട്, അഭിഭാഷകരുണ്ട്, ഇവർക്കെതിരെ പറയാനില്ല. അപ്പൊ എല്ലാവർക്കെതിരെയും ഒരുപോലെ നിലപാട് സ്വീകരിക്കണ്ടേ? അത് സ്വീകരിക്കുന്നില്ല. അല്ല, അതിലെ വേറൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ഈ ബോച്ചെ പറഞ്ഞ കാര്യത്തോട് നമ്മൾ യോജിക്കുന്നില്ല. പക്ഷെ ബോച്ചെ അതിന് മാപ്പ് പറഞ്ഞു. ഞാൻ പറഞ്ഞ സാധനത്തിന് ഞാൻ തെറ്റാണെങ്കിൽ ഞാൻ മാപ്പ് പറയുന്നു, ഇനി ആവർത്തിക്കില്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഈ പരാമർശം നടത്തിയ സമയത്ത് ആ വേദിയിൽ നിന്നുകൊണ്ട് ഹണി റോസ് ഇങ്ങനെ അത് ആ പദപ്രയോഗം നടത്തിയപ്പോൾ ചിരിച്ചോണ്ട് തൊഴുന്ന ഒരു വീഡിയോ ഒക്കെ ഇപ്പൊ പ്രചരിക്കുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പം എം എം മണി നടത്തിയൊരു പരാമർശമുണ്ട് ഈ പെമ്പിളി ഒരുമയ സമരവുമായി ബന്ധപ്പെട്ട്. അവിടെ അവരെന്താണ് കാണിക്കുന്നത് നമുക്കറിയാം. ഈ രമ്യ ഹരിദാസിനെതിരെ എ വിജയരാഘവൻ ഒരു അശ്ലീല പരാമർശം നടത്തി. അതുപോലെ ആർഷോ, SFI സംസ്ഥാന പ്രസിഡന്റ് ആർഷോ ഒരു വിദ്യാർത്ഥി, അവരുടെ തന്നെ ASFന്റെ വിദ്യാർത്ഥിനിയോട് പറഞ്ഞത് ഏത് രീതിയിലുള്ളതാണെന്ന് നമുക്കറിയാം. ഇങ്ങനെയൊക്കെ ഭാഷ നടത്തുമ്പോൾ ഇവർക്കൊന്നും ഒരു കേസും ഇല്ലല്ലോ. അതായത് CPM നേതാക്കൾക്ക് എന്തും പറയാം. അപ്പൊ CPM നേതാക്കൾ പിന്തുണയ്ക്കുന്ന ചില ആളുകൾക്കും എന്തും പറയാം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഹണി റോസ് മാത്രം പർവ്വതീകരിക്കപ്പെടുകയും എതിർവശത്തിരിക്കുന്നവർ ഇടിഞ്ഞു താഴുകയും ചെയ്യുന്നു. ഹണി റോസിനെ മോശം പരാമർശം നടത്തി ആരൊക്കെയാണോ അവരെ നമ്മൾ ഒരിക്കലും പിന്തുണയ്ക്കുന്നില്ല. ശരിയാണ്, അവരുടെ വസ്ത്രധാരണം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടത്താം. അതിനെ നിങ്ങൾക്ക് കാണണ്ടെങ്കിൽ കാണാം. നമ്മൾ TV കാണാനിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ചാനൽ വന്നാൽ നമ്മൾ മാറ്റില്ലേ? നമുക്ക് മ്യൂസിക് കാണണമെന്ന് തോന്നിയാൽ അത് കാണും, സ്പോർട്സ് കാണണമെന്ന് പറഞ്ഞാൽ അത് തോന്നും. എന്ന് പറയുന്ന പോലെ ഹണി റോസ് പങ്കെടുക്കുന്ന ഒരു പരിപാടി നമുക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പോയിരുന്ന പോലെ, അല്ലെ? അവർ വരുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ വന്നാൽ നമ്മൾ അതിനെ മാറ്റിയ പോലെ. ഇതൊന്നും ചെയ്യാതെ ഹണി റോസിനെ ഏകപക്ഷീയമായി ആക്രമിച്ചു. ഇനി മാത്രമല്ല, ഹണി റോസ് പറഞ്ഞ എന്താ, എന്നെ അന്ന് അങ്ങനെ കുറ്റം പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ തൊഴുതുവെങ്കിൽ അന്ന് പ്രതികരിക്കാമല്ലോ. ആ പരസ്യമായ വേദിയിൽ വെച്ച് പ്രതികരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ പിന്തുണ കിട്ടിയത് ഹണി റോസിന്, അല്ലേ? അപ്പൊ ഇപ്പോൾ മാത്രമാണ് ഹണി റോസ് അത് പ്രതികരിച്ചത്. അതെന്തോ ആയിക്കോട്ടെ. ഇപ്പോൾ ഒരാളെ കൂടെ പിന്തുടർന്ന്, അതായത് രാഹുൽ ഈശ്വറിനെ കൂടെ അറസ്റ്റ് ചെയ്യണം, അയാളോട് ഒരിക്കലും മാപ്പ് ചെയ്യാൻ പറ്റില്ല, മാപ്പ് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ആള് ശരിയാണ്. അവർ പറയുന്ന വേർഷൻ വെച്ചിട്ട് രാഹുൽ ഈശ്വറിനോട് അവർ ക്ഷമിക്കണ്ട. പക്ഷേ മറ്റ് സ്ത്രീകൾ അവരെക്കുറിച്ച് മോശം പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് അവർ റിയാക്ട് ചെയ്യാത്തത്? അത് വേണ്ടേ? ഈ രാഹുൽ ഈശ്വർ പറഞ്ഞതിനേക്കാളോ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞതിനേക്കാളോ ഇവരൊക്കെ പറയുന്നത് ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന. ഇവിടെ ഡയറക്റ്റ് പ്രയോഗമാണ്. അതെ, ഡയറക്റ്റ് പ്രയോഗം നടത്തിയിട്ട് ഒരക്ഷരം മിണ്ടുന്നില്ല. അപ്പൊ രണ്ട് നീതി, അല്ലെ? രണ്ട് നീതി, ഈ ഒരു ഇരട്ടത്താപ്പ് ഹണി റോസും കാണിക്കുന്നുണ്ട്. അപ്പൊ രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിൽ നമുക്ക് എന്താ സംഭവിക്കുന്നത് അറിയില്ല. കാരണം ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ടത് കോടതിയാണ്. ഈ പരിഗണിക്കുന്ന അപേക്ഷ നൽകിയതനുസരിച്ച്
പോലീസ് നിയമോപദേശം തേടും. ആ നിയമോപദേശം തേടിയതിന് വേണമെങ്കിൽ ഇന്ന് തന്നെ ഈ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യാം. അത്തരം നടപടികളിലേക്ക് കടക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരിക്കും. കാരണം ഒറ്റ ദിവസം കൊണ്ട് ബോബി ചെമ്മണ്ണൂരിനെ പോലീസിനെ അറസ്റ്റ് ചെയ്യാമെങ്കിൽ രാഹുൽ ഈശ്വർ അതിനെക്കാട്ടി സിമ്പിളായിട്ട് പോലീസിന്റെ വലയിൽ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഹണി റോസിന്റെ വാക്കുകളെല്ലാം കേട്ട് അതേപടി പ്രവർത്തിക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് പോലീസ് മാത്രമല്ല, ഈ പോലീസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ സർക്കാരാണ്. അതിന് തലപ്പത്തിരിക്കുന്ന ആളുകളൊക്കെ കൂടിയാണ് അതെ തീരുമാനിക്കട്ടെ അല്ലേ.